അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ ഫിഖ് ഒന്നാമത്തെ പാർട്ട്, അതിൽ 4-ാമത്തെ പാഠം ഇജ്അൽനീ മിനൽ മുതത്വഹിരീൻ. ആ പാഠം നമ്മൾ വായിക്കട്ടോ. ഉമ്മ വുദൂ ചെയ്തു. ഫാത്തിമ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ചൊല്ലിയത്? അത് വിക്റുകളാണ് മോളെ. എനിക്കും ചൊല്ലിത്തരൂ ഉമ്മ. അവൾ വുളുവെടുക്കാൻ തുടങ്ങി. മുൻകൈ കഴുകുമ്പോൾ ഉമ്മ ചൊല്ലിക്കൊടുത്തു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. വുദൂഇന് ശേഷം 2 കൈയും കണ്ണും മേൽപോട്ടുയർത്തി ചൊല്ലിയ ദുആ എന്താണ്? ഉമ്മ ചൊല്ലിക്കൊടുത്തു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഈ ദുആയുടെ പ്രതിഫലം മോൾക്ക് അറിയുമോ? ഉമ്മ ചോദിച്ചു. ഫാത്തിമ, ഇല്ല. ഉമ്മ, ഈ ദുആ ചൊല്ലുന്നവർക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ, അൽഹംദുലില്ലാഹ്, ഇനി ഞാൻ എല്ലാ ദിവസവും ഈ ദുആ ചൊല്ലും. നല്ല കുട്ടിയാണില്ലേ ഫാത്തിമ മോള്? നമ്മൾ നല്ല കുട്ടികളാവണ്ടേ? അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم اجعلني من المتطهرين. ഹെഡിങ്ങിന്റെ അർത്ഥം, അല്ലാഹുവേ, ശുദ്ധിയുള്ളവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ. അല്ലാഹു മഖബൂലാക്കണേ അല്ലാഹ്. എന്റെ തദ്രീബാത്താണ്. പരിശീലനം. എന്താ പരിശീലനം? നുജീബു, ആദ്യ ഉത്തരം എഴുതണം. വുളൂഇന് ശേഷം ദുആ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. എന്താ പ്രതിഫലം? എന്ന് പറഞ്ഞില്ലേ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളതിൽ കൂടി പ്രവേശിക്കാം. 2, മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ. മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. കേട്ടോ, അബ്ദുഹു വറസൂലുഹു. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അബ്ദുഹു വറസൂലുഹു
അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറാ. ഇനി വുദൂഇന് ശേഷം ചൊല്ലേണ്ട ദുആ എന്താണ്? അത് നമ്മുടെ പുസ്തകത്തിൽ കൊള്ളൂല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? 5 സെന്റ് സ്ഥലം വാങ്ങേണ്ടി വരും എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ കൊള്ളുന്നത് ഇവിടെ എഴുതുക, ബാക്കി പഠിക്കുന്നത്. വുദൂഇന് ശേഷം ചൊല്ലേണ്ട ദുആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. അപ്പൊ അതുമായിട്ടോ നമുക്ക് സുഖമറിക്കാൻ നിങ്ങളെ മാറിക്കല്ലോ. ഇനി 4ാമത്തെ ചോദ്യം, വുളൂഇന് ശേഷമുള്ള ദുആ ചെല്ലുമ്പോൾ കൈകൾ എങ്ങനെ പിടിക്കണം? കയ്യാണ് ചോദിച്ചത്, കണ്ണുകൂടെ അങ്ങോട്ട് പറയാ. 2 കണ്ണും കൈയും മേൽപോട്ടുയർത്തണം. 2 കണ്ണും കൈയും മേൽപോട്ടുയർത്തണം. ദുആ ചെയ്യുന്നവന്റെ ഖിബിലയാണ് ആകാശം, അതുകൊണ്ടാണ് അങ്ങോട്ട് ഉയർത്തുന്നത്. അത് ഖിബിലയാണ്. നിസ്കരിക്കുമ്പോൾ ഖിബില പരിശുദ്ധ മക്കയിലുള്ള കഅബയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ ഖിബില ആകാശമെന്നാൽ മുകളിലേക്ക് ഉയർത്തല. അല്ലാഹുമ്മ ഖബൂലാക്കണേ അല്ലാഹ്. നദ്ബിതു ബിൽ അഷ്കാൽ, ഹറക്കത്ത് കൊടുക്കണം. നിങ്ങളെ പുസ്തകത്തിലൊന്നും ഹർക്കത്തില്ലാതെ ഇങ്ങനെ എഴുതിയേക്കല്ലേ, അത് നിങ്ങളങ്ങനെ അംസക്ക് ഫത്ഹ് ഐന് ളമ്മ് ദാലിന് ളമ്മ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറച്ചാണ് കുറക്കപ്പോ ശരിയാവും. അങ്ങനെ ഓരോന്ന് നോക്കിയെന്താ വഹ്ദഹു ലാ ശരീക ലഹു. ട്ടോ, ഞങ്ങൾക്ക് സമയം കളയണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കാണ്ടിരിക്കളിട്ടോ. ഹർക്കത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാത്തിനും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇങ്ങനത്തെ അവസാനത്തെ ചോദ്യം, ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ ഉമ്മയുമായി സംസാരിക്കുക. ഉമ്മ പറയുന്ന കാര്യങ്ങൾ എഴുതുക. എന്റെ ഉമ്മയല്ല നിങ്ങളെ ഉമ്മ. പൊന്നാര മക്കൾ വീട്ടിൽ പോകണം, ഉമ്മയോട് പാഠത്തെ കുറിച്ച് പറയണം. പഠിച്ച കാര്യങ്ങൾ ഉമ്മക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഉമ്മ ഒരു സന്തോഷം പറയും. ആ പറയുന്ന കാര്യം നിങ്ങൾ ഇവിടെ എഴുതണമെന്നാണ് പറയുന്നത്. മാതൃക ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇന്ന് പഠിച്ച നല്ല കാര്യങ്ങൾ അല്ലാഹുവിന് സ്തുതി. ഇന്ന് പഠിച്ച നല്ല കാര്യങ്ങൾക്ക് അല്ലാഹുവിന് സ്തുതി. വുളൂഅ് തുടങ്ങുമ്പോൾ കൈ കഴുകുമ്പോഴുള്ള ദുആയും വുളൂഅ് കഴിഞ്ഞ ശേഷമുള്ള വലിയ ദുആയും കൃത്യമായി ചൊല്ലാൻ മറക്കരുത്. ഈ ദുആ ചൊല്ലിയാൽ സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ ഏതിലൂടെയും പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നും വുളൂഅ് ചെയ്യുമ്പോൾ എന്റെ മോനെ അല്ലെങ്കിൽ മോളെ ഇതൊരു ശീലമാക്കണം. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളമ്മ പറയുമ്പോൾ നിങ്ങൾ എഴുതിയാൽ മതിട്ടോ. അറബി മലയാളമൊക്കെ എഴുതാൻ പഠിക്കണം. അല്ലാഹ്. ഇനി ക്രമത്തിലാക്കാനാ. നിങ്ങളെ പുസ്തകത്തിൽ മുകളിലാക്കണ് കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് എഴുതിയിട്ടുണ്ട്. മക്കളെന്ത് ചെയ്യുക? നോക്കിയിട്ട് ക്രമത്തിൽ ഇങ്ങനെ താഴത്ത് എഴുതണം. ഇങ്ങനെയാണ് ക്രമത്തിൽ എഴുതുക. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങളെ ഉമ്മ ഉപ്പമാർക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടവരെ ഖബർ സ്വർഗ്ഗാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മശക്തി തരണേ അല്ലാഹ്. നല്ലോരാക്കണേ അല്ലാഹ്. ഞങ്ങളെ കൂട്ടുകെട്ട് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ട് നിങ്ങളെ ഉമ്മമാരോ ഉപ്പമാരോ കരയുന്നൊരവസ്ഥ തരല്ലേ റബ്ബേ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.